ഞാൻ വന്നിരിക്കുന്നത് മണിച്ചിത്രത്താഴ് എന്താണെന്നൊന്ന് പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. ഇത് മണിച്ചിത്രത്താഴിന്റെ ബോക്സ് ആണ്. ഇതിലാണ് ലോക്കുകൾ വരുന്നത്. മണിവില്ലൊക്കെ വയ്ക്കുന്നത് ഇതിനകത്താണ്. ഇതിന്റെ ബാക്കിലാണ് ലോക്ക് മണിവില്ലും ഒക്കെ ഫിറ്റ് ചെയ്യണത്. ഇത് എന്റെ ശൂലമാണ്. ഇത് എന്റെ കുഴപ്പീസുകൾ എന്ന് പറയും, തണ്ട് പോണ പീസുകളാണ്. ഇതിപ്പോ ഒരു ക്രിസ്ത്യൻ രീതിയിലുള്ളതാണ്, കുരിശൊക്കെ വെച്ചുള്ളതാണ്. ഇതെന്റെ തണ്ട് ഓർഡർ തണ്ടാണ്. ഇതൊക്കെ വെറൈറ്റി പുതിയ മോഡൽ പണിത് എങ്ങനെയാണ്. ഈ രണ്ട് കുഴകളും ഒരു കുഴയുടെ ഇടയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഭംഗിക്ക് വെക്കുന്ന പീസാണ് ഈ രണ്ട് പീസ്. അത് വലിയ ലോക്കാണ് 2 പീസ് വരും, ചെറിയ ലോക്കാണ് 1 പീസ വരുള്ളൂ. ഇതാണ് മണിവില്ല്. ലെഫ്റ്റും റൈറ്റും വേണം മണിവില്ല്. മണിവില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മൂളുവില്ലെന്നും പറയും, മണിവില്ലെന്നും പറയും. ഇത് വില്ലുരുക്ക് കൊണ്ടാണ് അടിക്കുന്നത്. അത് ലെഫ്റ്റും റൈറ്റാണ്. വില്ലുരുക്ക് കൊണ്ട് അടിക്കും. പഴയ കാലത്താണ് ഈ വില്ലുരുക്ക് കിട്ടാൻ വഴിയുള്ള ട്രെയിനിന്റെ പ്ലേറ്റ് ആണ് വില്ലുരുക്ക് എന്ന് പറയുമ്പോൾ. അതിപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പഴയ കാലത്ത് കല്ല് വെട്ടിക്കൊണ്ടിരുന്നു മഴ ആണ്. അത് ഇതിൻ്റെ ഒരു പീസാണ്, അതുകൊണ്ട് ഉണ്ടാക്കിക്കണത്. അത് ഫിറ്റ് ചെയ്യണ കാണാം. മണിവില്ല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ മണിവില്ലിന്റെ സൗണ്ട് ഒന്ന് നോക്കാം. ഇത് നമ്മൾ ലോക്ക് സെറ്റ് ചെയ്യുന്ന സീനാണ്. പ്ലേറ്റിനകത്ത് അത് ഇതിന്റെ കള്ളനാണ്. കള്ളൻ വരും. അത് കള്ളൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് തള്ളുവില്ല്, തള്ളുവില്ല് എന്നാണ് പറഞ്ഞത്. കള്ളനെ തള്ളി നിർത്തി ബലം കൊടുക്കേണ്ടതാണ്. ഇതാണ് എൻ്റെ ഒറിജിനൽ താക്കോല്. ഇതാണ് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്നത്. ഇത് 2 എണ്ണം ഉണ്ടാവും. ഞാൻ എന്തായാലും ഈ താക്കോലിട്ട് നമുക്ക് അതിന്റെ സൗണ്ട് ഒന്ന് കണ്ടു നോക്കാം, കേട്ടു നോക്കാം. ഇതാണ് മണിവില്ല് വെച്ചിട്ട് വരുന്ന മണിച്ചിത്രത്താഴിന്റെ ബോക്സ്.